കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോവാം. നമ്മൾ പല്ലശ്ശേന അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഏട്ടൻ്റെ മോന് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് 6ാം മാസത്തിൽ. നല്ല തിരക്കുണ്ട് ഇവിടെ. ചെരുപ്പ് ഇതാ ഇവിടെ അഴിച്ചു വെച്ചിട്ട് ഇതാ ഇവിടെ ഷർട്ട് ഇടാൻ പാടില്ല. ഷർട്ട് അഴിച്ചു വെച്ചിട്ട് വേണം പോവാൻ. പാൻറ് ഇടാൻ പാടില്ല. മുണ്ട് വേണം ഇവിടെ ഉടുക്കാൻ. പാലക്കാട് അറിയപ്പെട്ട പല്ലശ്ശേന ക്ഷേത്രമാണിത്. ഇവിടെ കാല് കഴുകിയിട്ടേ നമുക്ക് ഉള്ളിൽ കയറാൻ പാടുള്ളൂ. ഇവിടെ കുളമുണ്ട്. കുളത്തിൽ ഇറങ്ങിയിട്ട് കാല് കഴുകിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. നല്ല ആഴമുള്ള കുളമാണിത്. ഇതാ വഴുക്കലും ഉണ്ട് ഇവിടെ. അച്ഛൻ മെല്ലേട്ടോ, വഴുക്കുണ്ടോ ഇവിടെ. നിക്ക് നിക്ക്, അമ്മ വരുന്നുണ്ട്. ഇതാ വന്നു, 1 മിനിറ്റ്. അമ്മനെ പിടിച്ചോട്ടോ. നല്ല വഴുക്കലുണ്ട് ഇവിടെ. ആ മതി 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 മതി. അമ്മയ്ക്ക് നീന്തലറിയില്ല. കയറി കയറി. നല്ല ആഴമുള്ള കുളമാണിത്. ആ നല്ല നിറയെ മീനുണ്ട് ഇവിടെ. വലിയ കുളമാണിത്. മീൻ കൊളുത്തി അമ്മ എന്നാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ പേര്. മെല്ലെ സൈഡോടെ പോ. ഫോൺ ഉള്ളിലേക്ക് അനുവദിക്കില്ല. പക്ഷെ ചോറ് കൊടുക്കുന്ന അവിടെയൊക്കെ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അതിന് കുഴപ്പമില്ല. ഫോൺ ഉള്ളിൽ കൊണ്ടുപോയി വീഡിയോ എടുക്കാൻ പാടില്ല. നോക്കമ്മ വെള്ളമീന് കറുപ്പമീനൊക്കെ ഉണ്ട് അമ്മ. നല്ല ചന്തമുണ്ട് കാണാൻ. നല്ല ക്ലിയർ വെള്ളം. ഈ അമ്പലത്തില് മീൻ കൊളുത്തി അമ്മ എന്നാണ് പേര്. അതാണ് ഈ കുളത്തിൽ നിറയെ മീൻ. 2 കളർ മീനുണ്ട്, വെള്ളയും കറുപ്പും. വലുപ്പം നല്ല വലുപ്പുണ്ടോ. കുഞ്ഞുമോളെ നോക്കിയിട്ട് കേട്ടോ. എത്തി നോക്കുമ്പോഴേക്കന്നെ വീഴല്ലേ. നോക്ക് നോക്ക് നോക്ക്, എത്രയും നോക്ക്. ഈ സൂപ്പറായിട്ടുണ്ടല്ലേ കുഞ്ഞുമോളെ. അയ്യോ നിറയെ മീൻ സൂപ്പറായിട്ടുണ്ട്. വേസ്റ്റ് ഒന്നും ആരും ഇതിലിടില്ല. നല്ല വൃത്തിയുള്ള കുളമാണ്. അതാണ് വരുന്നവരൊക്കെ പൊരിയൊക്കെ കുളത്തിൽ ഇടും. അപ്പം മീൻ നിറയെ തിന്നാലോ. നല്ല വൃത്തിയുള്ള കുളമാണ്. സൂപ്പറായിട്ടുണ്ടാവും. യോശു യോയോ 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 യോശു ആയി യോയോ യോയോ. ചോറ് കൊടുക്കാൻ ഇരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കൊടുക്കുന്നത് കാണാം. നേരത്തെ നൈനയ്ക്ക് ഇവിടെയാണ് ചോറ് കൊടുത്തത്. അത് നേർച്ചയായിരുന്നു. ഇപ്പം പെൺകുട്ടിയായ ചോറ് ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നേർന്നുണ്ടായിരുന്നു. അങ്ങനെ പെൺകുട്ടിയായപ്പോൾ ഇവിടെയാണ് ചോറ് കൊടുത്തത്. ഇതാ പ്രസാദം ഇട്ടിട്ടുണ്ട്. നമ്മള് ചോറ് കൊടുക്കുന്ന തയ്യാറെടുപ്പിലാണ്. മുണ്ട് കൊടുത്തിട്ട് വേണം ചോറ് കൊടുക്കാൻ. അതെല്ലാ അമ്പലത്തിലും അങ്ങനെ തന്നെ. പക്ഷെ മുണ്ട് കൊടുത്തില്ല, അതാണ് പിന്നെ കൊടുക്കാൻ പോയെ. ചോറ് വാച്ചേ ഏട്ടൻ ചോറ് കൊടുത്തതാ. ഫ്രണ്ട്സ് മുണ്ട് കൊടുത്തില്ല, മുണ്ട് മേലെ വെച്ചതേ ഉള്ളൂ. കുഞ്ഞിൻ്റെ ഏട്ടൻ്റെ വക ചോറ് കൊടുത്തു. കുഞ്ഞിൻ്റെ അമ്മൻ്റെ വക ചോറ് കൊടുത്ത്. ഏട്ടന്മാരെല്ലാവരും ചോറ് കൊടുക്കുകയാണ്. ഏട്ടൻ നിറയെ വയൽ കൊടുത്ത് ഓക്കാനിക്കാൻ പോയി. ആദ്യമായിട്ട് കഴിക്കുകയല്ലേ.
അതിൻ്റെ ഒരു ഇതാണ്. നല്ല തിരക്കുണ്ട്. പിന്നെ അപ്പുറത്തെ ഒരു കുട്ടി കരയുണ്ട്. എല്ലാ കുട്ടികളും ഇങ്ങനെ കരയുന്നുണ്ട്. എന്താ ഇവൻ മാത്രം കരഞ്ഞില്ല? പേര് കൊടുത്ത് അല്ല, ചോറ് കൊടുത്തിട്ട് പേര് കൊടും. അവ്യൂത്ത് എന്നാണ് പേര്. മേമൻ്റെ വക ചോറ് കൊടുക്കുകയാണ്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, തിരക്കല്ലേ, അതുകൊണ്ട് എല്ലാവരും കൊടുത്തില്ല. കുഞ്ഞല്ലേ. ചോറ് കൊടുത്ത് കഴിഞ്ഞു ഫ്രണ്ട്സ്. നല്ല തിരക്കുണ്ട്. ഇതാണ് കുട്ടി അടങ്ങി കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങും. ഇനി പ്രസാദം വാങ്ങിക്കുമ്പോൾ ടോക്കൺ ചോറ് കൊടുത്തതിൻ്റെ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൊടുത്ത പ്രസാദം കിട്ടും നമുക്ക്. അത് വാങ്ങിക്കാൻ പോകണം. കുഞ്ഞിനെ ഇവിടെ ഇത്തിരി കടത്തിയിട്ട് Halo. Hai.